ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ കണ്ട ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 തലക്കെട്ടുകളാണ് പത്രത്തിലുള്ളത്. ഒന്നാമത്തെ തലക്കെട്ടെന്ന് പറയുന്നത് മദർ തെരേസയുടെ 114-ാം ജന്മവാർഷികത്തിനായി കൊൽക്കട്ട ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ തലക്കെട്ടെന്ന് പറയുന്നത് ലോകസുന്ദരി പട്ടത്തെക്കുറിച്ചുള്ളതാണ്. ഒന്നാലോചിച്ചാൽ ഈ 114 വർഷങ്ങൾക്ക് ശേഷം മദർ തെരേസയുടെ ജന്മവാർഷികം നാം ഓർക്കുന്നുണ്ട്. എന്നാൽ ഈ 100 വർഷങ്ങൾക്ക് ശേഷം ഈ ലോകസുന്ദരിയെ നമ്മൾ ഓർക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. ഒരുപാട് പരാതികളുള്ളവരാണല്ലോ നമ്മള്. നമുക്ക് പൊക്കം കുറവാണ്, നിറം കുറവാണ്, സൗന്ദര്യം കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ 100 വർഷങ്ങൾക്ക് ശേഷവും മദർ തെരേസയെ നമ്മൾ ഓർക്കുമ്പോൾ ചുക്കിച്ചുളിഞ്ഞ മുഖവുമായി, മുഖം നിറയെ പുഞ്ചിരിയുമായി മദർ തെരേസ ചെയ്ത ആ നന്മ പ്രവൃത്തികളാണ് മദർ തെരേസയെ നമ്മൾ ഇപ്പോഴും ഓർക്കാനുള്ള കാരണം. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഭൂമിയിൽ എന്തൊക്കെ നേടുന്നു എന്നുള്ളതിലല്ല, നമ്മൾ സ്വർഗത്തില് പഴകിപ്പോകാത്ത പണസഞ്ചികൾ ശേഖരിക്കുന്നുണ്ടോ എന്നുള്ളതിലാണ്. ഇന്നു മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഈ നന്മ പ്രവർത്തികളിലൂടെ സ്വർഗത്തിലെ നിക്ഷേപം സൂക്ഷിച്ചു വെക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.